നമസ്കാരം. ഇന്ന് കണ്ട അതിശയിപ്പിച്ച ഒരു പ്രതികരണത്തിൽ നിന്നാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് സമഗ്രമായി ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ 102 സീറ്റിൽ UDF അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായ റിസൾട്ട് വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ, ചിലപ്പോൾ അതിനു മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ കോൺഗ്രസിലും UDF നേതൃത്വത്തിലും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ വ്യാപകമായി നടക്കുകയായിരുന്നു. ആദ്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് മുഖ്യമന്ത്രിയാകാൻ, പിന്നീട് മന്ത്രിമാരുടെ കാര്യത്തിൽ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ ചെയർമാന്മാരും അംഗങ്ങളും വൈസ് ചെയർമാന്മാരും ഒക്കെ ആകുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ചലച്ചിത്ര അക്കാദമി, ഒരു സുപ്രധാനമായ ചുമതലയാണ് അക്കാദമി ചെയർമാൻ എന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊഴുക്കുന്നത്. PC വിഷ്ണുനാഥാണ് സിനിമ മന്ത്രി, സാംസ്കാരിക മന്ത്രി. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ അതിനു മുമ്പൊക്കെ ഏറ്റവും ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. KB ഗണേഷ് കുമാറൊക്കെയാണ്, ഘടകകക്ഷികളാണ് UDFൽ പല സമയത്തും ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി UDFൽ ഇത്തവണ കോൺഗ്രസിന് തന്നെ ആ വകുപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉയർന്നു വന്ന ഒരു പേര് നടൻ ജഗദീഷിൻ്റേതാണ്. ജഗദീഷ് എടുത്ത ഒരു ഉറച്ച നിലപാട് വളരെ ശ്രദ്ധേയമായി തോന്നി. അത് വളരെ ആദരവർഹിക്കുന്നൊരു നിലപാടായിട്ട് കൂടി തോന്നി. ഈ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അധികാര തർക്കം ഇങ്ങനെ പല രീതിയിൽ നടക്കുന്നതിനിടയിലാണ് മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന, എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം സഞ്ചരിച്ചിരുന്ന, എന്നാൽ തെരഞ്ഞെടുപ്പോടുകൂടി, പത്തനാപുരത്തെ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയത്തിൽ, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് സിനിമയിൽ ഗംഭീരമായ വേഷങ്ങളിലൂടെ നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് തനിക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും ജഗദീഷിലേക്ക് എത്തിപ്പെടാൻ ഇടയുണ്ടായിരുന്ന ഒരു സ്ഥാനമാണ്. മാത്രമല്ല, മൂപ്പരങ്ങനെ പറയണമെങ്കിൽ മൂപ്പരോട് അങ്ങനെ ചോദിച്ചിട്ട് ഉണ്ടാവണം എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ സാഹചര്യത്തിലാണ് ജഗദീഷ് ഞാനില്ല എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ഇനിയുള്ള സാധ്യതകളുടെ പ്രധാനപ്പെട്ട വലിയ നിര തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ജഗദീഷ് ഇന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കണം. ജഗദീഷിൻ്റെ ആ നിലപാട് ശ്രദ്ധേയമായി തോന്നി. നിങ്ങൾക്കും അത് ആ നിലയിൽ ബോധിക്കുമെന്നാണ് തോന്നുന്നത്. ജഗദീഷ് അസാധാരണമായി കോൺഗ്രസിൻ്റെ ഈ തർക്കങ്ങൾക്കൊക്കെ ഇടയിൽ വ്യത്യസ്തമായ ഒരു നിലപാടുമായി വരുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഇപ്പോഴുള്ള സമയക്കുറവ് കാരണം ആ പദവികൾ ഏറ്റെടുക്കാൻ എനിക്ക് തൽക്കാലം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കേന്ദ്രങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ വിനയത്തോടു കൂടിയാണ് ഞാൻ വേണ്ട എന്ന് പറയുന്നത്. വലിയ പോസ്റ്റാണ്. എന്നിൽ അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് അധികാരികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വലിയ ഓണറാണ്, ബഹുമതിയാണ്. അതേ അവസരത്തിൽ 24 മണിക്കൂറും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഞാൻ ഏത് പോസ്റ്റും ഏറ്റെടുക്കുകയുള്ളൂ. ഇപ്പോൾ സിനിമയിൽ നിറച്ച വേഷങ്ങളാണ്. ഇപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ വേഷങ്ങളാണ്. ഇപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഗവർണറാക്കാമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, രാജമൗലിയുടെ ചിത്രത്തിൽ ഒരു വേഷം തരാമെന്ന് പറയുന്നു. ഞാൻ രാജമൗലിയുടെ ചിത്രത്തിലെ വേഷം അക്സെപ്റ്റ് ചെയ്യും, ഗവർണർ പോസ്റ്റ് വേണ്ടെന്ന്. മാത്രമല്ല, സാധാരണ ചിലരൊക്കെ ഞാനില്ലെങ്കിലും വേറെ എൻ്റെ ആളെ ഞാൻ നിയമിക്കും, ഞാൻ നിർദ്ദേശിക്കും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ജഗദീഷിന് അങ്ങനെയുള്ള താല്പര്യങ്ങളും ഇല്ല. ആരുടെയെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ ഞാനില്ല. ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ. ഫിലിം ഒരു പാഷനായി കാണുന്ന ആൾക്കാർക്ക് വളരെയധികം എന്താ പറയുക, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിവുള്ള ഒരു ചെയർമാൻ ചലച്ചിത്ര അക്കാദമിക്ക് വരട്ടെ. ഫെസ്റ്റിവലൊക്കെ ഗംഭീരമാവട്ടെ, ജനകീയമാവട്ടെ, എല്ലാം തുറന്ന മനസ്സോടെ സമീപിക്കാൻ കഴിയുന്ന ഒരു ചെയർമാൻ വരട്ടെ. ഈ സിനിമ കാണാൻ ആവേശത്തോടെ വരുന്ന ചെറുപ്പക്കാരെ രണ്ട് കൈയും നീട്ടി സഹോദരങ്ങളെപ്പോലെ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു ചെയർമാൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പറയുമ്പോൾ നമുക്ക് രഞ്ജിത്തിനെ ഓർമ്മ വരും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് ഒരു IFFKയുടെ ഒടുവിലത്തെ സമാപന സമ്മേളനത്തിലാണ് അവിടെയുണ്ടായ പ്രതികരണത്തിൽ, എതിർ പ്രതികരണത്തിൽ രോഷം പൂണ്ട് ഞാൻ പഴയ SFIക്കാരനാണ്, നായ്ക്കൾ കൂവുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവിടെ വന്ന ആളുകളെ അപമാനിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അക്കാദമി ചെയർമാൻ തന്നെ വേണം എന്ന് ജഗദീഷ് പറയുമ്പോൾ ആ മട്ടിലുള്ള ഒരു പഴയ കാലത്തെ കൂടി ഓർമ്മിപ്പിക്കുകയാണെന്ന് വേണം പറയാം. 2016 കോൺഗ്രസിന് വളരെ മികച്ചൊരു സുവർണാവസരമായിരുന്നു ജഗദീഷിനെ മുന്നിൽ നിർത്തി കിട്ടിയത്. അന്ന് പത്തനാപുരത്ത്, അന്ന് ഇന്നത്തെ സാഹചര്യവുമല്ല, അന്ന് പത്തനാപുരത്ത് ആണ് ജഗദീഷിന് സ്ഥാനാർത്ഥിത്വം നൽകിയത്. വ്യത്യസ്തമായി കുറച്ചും കൂടി സാധ്യതയുള്ള മണ്ഡലങ്ങൾ നൽകിയിരുന്നെങ്കിൽ ജഗദീഷ് ഇന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാൻ കെൽപ്പുള്ള ഒരാളായി മാറിയിരുന്നു. ഒരുപാട് ക്വാളിറ്റികൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പിലും സിനിമയ്ക്കകത്തെ പ്രശ്നങ്ങളിലൊക്കെയുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടത്തിയ പ്രതികരണം അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധേയമാവുന്നത്. പ്രത്യക്ഷത്തിൽ ഈ കാര്യത്തിൽ ഇനി ആര് എന്നുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ആഭ്യന്തരമായി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല അന്തിമമായ തീരുമാനങ്ങൾ. ചലച്ചിത്ര അക്കാദമി മാത്രമല്ല, ക്ഷേമനിധി ബോർഡുണ്ട്, അതോടൊപ്പം തന്നെ സംഗീത നാടക അക്കാദമിയുണ്ട്, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒക്കെയുണ്ട്. ഈ എല്ലാ മേഖലയിലേക്കും ഉള്ള പ്രധാന ഒന്നാമത്തെ പേരുകാരെയാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നത്. അംഗങ്ങളാകാൻ പലരുടെ പേരുകൾ, പല താല്പര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ചലച്ചിത്ര അക്കാദമി, വികസന കോർപ്പറേഷനിലൊക്കെ വൈസ് ചെയർമാൻമാർ, വൈസ് ചെയർപേഴ്സൺ ആവുന്നതിനുള്ള പേരുകൾ ഇപ്പോൾ ടിനി ടോമിൻ്റേതും ധർമ്മജൻ ബോൾഗാട്ടിയുടേതും അടക്കമുള്ള പ്രധാനപ്പെട്ട ഒരു നിര മുന്നിലേക്ക് വരുന്നുണ്ട്, പേരുകളായി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്ക് ജഗദീഷ് കഴിഞ്ഞാൽ ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രധാനമായി വരുന്നുണ്ട്. അതിൽ ഒന്നാമതായി അടുത്തതായി കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്ന സലീം കുമാറിൻ്റെ കാര്യമാണ്. സലീം കുമാർ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി, അതുപോലെ അമ്മയുടെ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം എടുക്കാറുള്ള നിലപാട്, അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഈ പേര്, ഈ നിർദ്ദേശം വന്നാൽ അദ്ദേഹം അതെങ്ങനെ സ്വീകരിക്കും എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, കോൺഗ്രസിലെ കുടുംബത്തിലെ തന്നെ നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിത്വം തന്നെ കൽപ്പിക്കപ്പെട്ട സിദ്ദിഖാണ്. സിദ്ദിഖ് പല അർത്ഥങ്ങളിൽ സിദ്ദിഖിന് സാധ്യതയുള്ളതായിരുന്നു. പക്ഷേ സിദ്ദിഖ് ഇപ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നറിയില്ല. അദ്ദേഹത്തിനെതിരെ നിലവിൽ പീഡന കേസുകളുണ്ട്, അതൊന്നും എവിടെ എത്തിയിട്ടില്ല, അന്വേഷണ ഘട്ടത്തിലാണ്. മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരും എന്ന് ഉള്ള ചർച്ചകളൊക്കെ വന്ന സമയത്ത് തന്നെ വി ഡി സതീശന് KC RC VD എന്ന പേര് വന്ന സമയത്ത് തന്നെ വി ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിൽ ഒന്നിലധികം പോസ്റ്റുകളിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ്. അതുകൊണ്ട് സിദ്ദിഖ് ഈ മട്ടിൽ ഇതിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഒരുപക്ഷേ സർക്കാരിൻ്റെ ഇമേജിനെ ബാധിക്കും എന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി പാർട്ടിക്ക് പുറത്തുള്ള ആളുകളുടെ പേര്, ജോയ് മാത്യു ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ചർച്ചയിൽ വരുന്നുണ്ട്. പക്ഷേ ജോയ് മാത്യുവിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളോടുള്ള നിലപാട് നമുക്ക് മുൻകാലങ്ങളിൽ തന്നെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഏതു മട്ടിലായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടി ഊഹിക്കാൻ സാധ്യതയുണ്ട്. വകുപ്പിലെ മന്ത്രിമാരടക്കം അത് സംബന്ധിച്ച ചർച്ചകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാന പേര് പ്രേംകുമാർ തന്നെ. പ്രേംകുമാർ വീണ്ടും വരും എന്നുള്ളതാണ്. പ്രേംകുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യം കഴക്കൂട്ടത്തടക്കം സ്ഥാനാർത്ഥിത്വം UDFൻ്റേത് ലഭിക്കും എന്നുള്ള ചർച്ചകളിലേക്ക് വന്നിരുന്നു. പിന്നീട് ശരത്ചന്ദ്ര പ്രസാദ് അവിടെ വരികയായിരുന്നു, രാഷ്ട്രീയമായ സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള ചർച്ചകളുടെ തുടർച്ചയായിട്ട്. പക്ഷേ UDFൻ്റെ LDF സർക്കാരിൻ്റെ ഒടുവിൽ UDFൻ്റെ പ്രചരണ ഘട്ടത്തിൽ വലിയ സഹായമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. LDFനെ ആകെ പ്രതിക്കൂട്ടിലാക്കും മട്ടിൽ പെട്ടെന്ന് രാജിവെച്ച് മറ്റൊരു ചർച്ചയിലേക്ക്, സർക്കാരിനെതിരായ CPMനെതിരായ ഒരു ചർച്ചയിലേക്ക് കാരണമാകുന്ന നിലപാട് അദ്ദേഹം കൈക്കൊണ്ടു. നേരത്തെ വൈസ് ചെയർമാനായിരുന്നു രഞ്ജിത്ത്, മാറിയ സമയത്ത് അദ്ദേഹം ചെയർമാനായതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കാലാവധി കഴിഞ്ഞും ഒന്നിലധികം മാസങ്ങൾ നീണ്ടുപോയിരുന്നു അദ്ദേഹം ആ സ്ഥാനത്ത്. എന്നാൽ അദ്ദേഹം വീണ്ടും റസൂൽ പൂക്കുട്ടി ഈ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് വന്ന സമയത്ത് പാർട്ടിയോട് ഉടക്കി പിന്നീട് പരസ്യമായ വിമർശനത്തിലേക്ക് മാറുകയും അദ്ദേഹത്തെ പുറന്തള്ളി വിട്ടു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്താണ് അദ്ദേഹം രംഗത്ത് വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ച LDFനെതിരായി മാറ്റുന്നതിന് ഒരു കാരണമായി കലാകാരന്മാരുള്ള സമീപനം എന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പ്രതിഫലം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് എന്നുള്ള നിലയിൽ UDF ഒരുപക്ഷെ ഒരു പ്രധാന സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തേക്കാം എന്നുള്ളതാണ് മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ സംഗീതനാട് അക്കാദമി, നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമനിധി ബോർഡുകൾ ഒക്കെ മുന്നിലുണ്ട്. ഒപ്പം ദീപു കരുണാകരനെ പോലുള്ള UDF അനുകൂലികളായ സംവിധായകർ വേറെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് വലിയ തോതിലുള്ള പോഡ്കാസ്റ്റുകൾ, BJP കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം പോഡ്കാസ്റ്റുകൾ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന സംവിധായകനാണ് ദീപു കരുണാകരൻ. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയും പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ഈ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം ജഗദീഷ് ആയിരുന്നു. ജഗദീഷിൻ്റെ നിലപാടാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജഗദീഷിന് ശേഷം, അദ്ദേഹം ഇത് തള്ളിക്കളഞ്ഞതിന് ശേഷം ഏത് മട്ടിലാണ് ചർച്ചകൾ പോവുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. നമ്മൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഇത്തരത്തിലുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ പേരുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നതായി റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതുമാത്രമാണ് നമ്മളിപ്പോൾ പരാമർശിച്ചത്. അതല്ലാതെയും നിരവധി പ്രഗത്ഭരായ ആളുകൾ ഉണ്ട്. അത്തരം മേഖലകളിലേക്ക് പോയാലും അതിശയിക്കേണ്ടതില്ല. KSFDC ഒക്കെ, ചലച്ചിത്ര വികസന കോർപ്പറേഷനൊക്കെ മുൻകാലങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരെ അതിൻ്റെ ചെയർമാനായിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയ കാലമാണ്. അങ്ങനെ രാഷ്ട്രീയ നിയമനത്തിൽ രാഷ്ട്രീയക്കാരെ തന്നെ മുന്നോട്ട് വെക്കാനും സാധ്യത ഉണ്ട്. ഏത് മട്ടിലാണ് പോവുക എന്നതൊക്കെ അടുത്ത ആഴ്ചകളിലാണ് മനസ്സിലാവുക. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.